ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 13-ാമത്തെ ദശകത്തിൽ 3-ാമത്തെ ശ്ലോകത്തോടെ നമ്മൾ ഈ അക്ഷരസപര്യ ഭഗവാന്റെയും നാരായണ ഭട്ടപാദരുടെയും പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യം ശ്ലോകം, പിന്നെ അർത്ഥം, വീണ്ടും ശ്ലോകം, പിന്നെ അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം. അഹോ ആരണ്യോയം മൃഗ ഇതിഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയുങ്ക്ധാ മൃധവിധൗ. അഹോ അയം ആരണ്യ മൃഗ ഇതി ഹസന്തം ബഹുതരൈ ദുരുക്തൈ വിദ്യന്തം ദിതിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദംഷ്ട്രാശിരസി ചകിതാം ദൃഷ്ട്വാ സ്വേന മഹസാ പയോധൗ ആധായ. അഹോ അയം ആരണ്യ മൃഗ ഇതിഹസന്തം. വനഗോചരൻ എന്ന് ഭാഗവതം പറയുന്നത് പോലെ അഹോ കഷ്ടം
അയ്യോ വലിയ കഷ്ടം, ഇത് ഞാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോണത് ഈ കാട്ടുമൃഗാണല്ലോ എന്നിങ്ങനെ ഇതിഹസന്തം, വെറുതെ ചിരിക്കുകയല്ല, കളിയാക്കി ചിരിക്കുക, അല്ലെ പുച്ഛിച്ചു തള്ള. അങ്ങനെ ബഹുതരൈ ദുരുക്തൈ വിദ്യന്തം, പലതരത്തിലുള്ള ദുരുക്തൈഹി, ഏറ്റവും മോശമായ ദുർവാക്കുകൾ കൊണ്ട് വേദനപ്പെടുത്തുന്നവനായ, തന്നെ വേദനപ്പെടുത്തുന്ന ദിതിസുതം അവജ്ഞായ ഭഗവൻ, ആ ദിതിസുതനെ, ആ ദൈത്യനെ, ആ അസുരനെ അവഗണിച്ചിട്ട്, ഇതിനൊന്നും കണക്കാക്കേ വേണ്ട എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അവഗണിച്ചിട്ട് മഹീം ദംഷ്ട്രാശിരസി ചകിതാം ദൃഷ്ടുവ, ആ ഭൂമിയെ തൻ്റെ ആ തേറ്റമേൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ ദംഷ്ട്രയുടെ തലപ്പത്ത് കിടന്ന് പേടിച്ചു വിറയ്ക്കുന്ന, ചകിതാം ദൃഷ്ടുവ, ചകിതയായിരിക്കുന്ന ആ ഭൂമിയെ കണ്ടിട്ട് സ്വേന മഹസാ പയോധൗ ആദായ, തൻ്റെ പ്രഭാവം കൊണ്ട് സമുദ്രജലത്തിൻ്റെ മീതെ ഉറപ്പിച്ചു നിർത്തിയിട്ട് പ്രസഭം മൃതവിധൗ ഉദയുക്ത, തൽക്ഷണം ഒട്ടും തന്നെ താമസിക്കാതെ, ഒട്ടും തന്നെ കൂസാതെ യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി ഒരുങ്ങി പുറപ്പെട്ടു. ഇവിടെ ഈ കാട്ടുമൃഗത്തെയാണോ ഈ നാരദൻ എനിക്ക് കാണിച്ചു തരുന്നത്? കഷ്ടം കഷ്ടം എന്ന രീതിയിലാണ് അവിടെ ഹിരണ്യാക്ഷൻ തുടങ്ങുന്നത്. ഭഗവാൻ ഹിരണ്യാക്ഷനുമായി യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു. ഉദയുക്ത. ഇനി നമുക്കൊരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ പരിഭാഷ. അഹോ ആരണ്യോയം മൃഗ ഇതിഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയുക്ത മൃതവിധൗ. ഇനി ഇതിൻ്റെ മലയാള പരിഭാഷയായ ശ്രീഹരിയം ചൊല്ലാം. നാരായണ 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 വരാഹമൂർത്തേ. കാട്ടുമൃഗമാണെന്നുള്ള അസൂരന്റെ പുച്ഛഭാവം ഒട്ടും തന്നെ ഗൗനിക്കാതെ വരാഹരൂപി സമുദ്രജലത്തിന്മീതെ ഭൂമിയെയുറപ്പിച്ചിട്ടു സുന്ദരക്ഷണനാം ഭവാൻ യുദ്ധം തുടങ്ങി. നാരായണ 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 വരാഹമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.